ഖത്തർ എയർവേസിൽ നാട്ടിലേക്ക് വരുന്ന ആരെങ്കിലും ഈ ഒരു ഐറ്റം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഖത്തർ എയർവേസിൽ ഒരു സ്ഥിരം ഫുഡാണ് നമ്മുടെ നാടൻ പൂളയും ചെമ്മീൻ കറിയും. പൂള ഇടിച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് ചെമ്മീൻ കറിയും കൂടെ ഒഴിച്ച് തരിക ചെയ്യുക. നമ്മുടെ മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണല്ലോ, എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ സുൽമത്താത്തൻ്റെ പൂള കൂടെ കിടക്കുന്നുണ്ട്, എൻ്റെ കൂടെ കുറച്ച് നല്ല ഫ്രഷ് ചെമ്മീനും കൂടി വാങ്ങി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ തോല് പൊളിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. പരിചയമുള്ളവർ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് പൊളിക്കുന്ന കാണാം. എന്തായാലും അതിൻ്റെ ആ ഞരമ്പും സാധനമൊക്കെ പോക്കിയിട്ട് നല്ല വൃത്തിയാക്കി കഴുകി മാറ്റി വെക്കാം. ഇനി നല്ലൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ പൊട്ടിക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ തനി നാടനായി, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഉലുവ ഒരു ഇതെല്ലാ കറിയിലും ആവശ്യമാണ്, മീൻ കറി, ബീഫിലേക്കൊക്കെ. ചിക്കനിൽ ആവശ്യമില്ല. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ എല്ലാം തക്കാളി ഇതൊക്കെ അരിഞ്ഞ് വെക്കുക. ആദ്യം ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി എടുത്തിടുക. വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരുമ്പം ചതച്ച ചെറിയുള്ളി കുറച്ച് മതി, അതും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ തക്കാളി ഇടുക. തക്കാളിയും കൂടി ഇട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മൂടി വെക്കുക. ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത്, ഇതൊക്കെ കൂടിയിട്ട് മസാല ഒന്ന് മൂപ്പാവണ വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് കല്ലുപ്പും കൂടി ഇടുക. പിന്നെ ഏതെങ്കിലും ഒരു പുളി നമ്മൾ ചേർത്ത് കൊടുക്കണം. കറിക്ക് കുറച്ചൊരു പുളി വേണമല്ലോ, കുടംപുളിയോ സാധാ പുളിയോ, അല്ലെങ്കിൽ നമ്മളിവിടെ മാങ്ങയാണ് ചേർത്ത് കൊടുക്കണം. ഇത് ആ ഖത്തർ എയർവേസിലുള്ള ഐറ്റം അല്ല കേട്ടോ, ഇത് നമ്മളെ കയ്യിൽ നിന്ന് ഇട്ടതാണ്. അപ്പോൾ കുറച്ച് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പുളി കിട്ടും. മാങ്ങ സീസണും കൂടിയാണല്ലോ, നല്ല പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക, നല്ല പുളി വരും. കുറച്ച് നേരം മൂടി വെച്ച് തുറന്നു കഴിഞ്ഞാൽ ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം. ഇനി അത് അവിടെ കിടന്നോട്ടെ, നമുക്ക് മൂടി വെക്കാം. ബാക്കി ഇനി പൂളൻ്റെ പരിപാടി നോക്കാം. വലിയ ആരുകളൊന്നും ഇല്ലാതെ ഉള്ള നല്ല അടിപൊളി പൂളുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉടച്ചെടുത്ത് ഒരു പായസം പരുവത്തിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേതായാലും നല്ല പൂളാണ്. അപ്പോൾ നമ്മൾ പൂള സാധാ വേവിക്കുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. പൂള നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് അതങ്ങോട്ട് ഉടച്ചു കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഉടക്കല്ലേ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ, അതേപോലെ അങ്ങോട്ട് ഉടച്ച് നല്ല പായസം പരുവത്തിൽ കുഴമ്പ് രൂപത്തിലൊക്കെ ഇവിടെ ആക്കിയെടുക്കാം. ഇത് ഇത്രേ ഉള്ളൂ പരിപാടി, വേറൊന്നും ചെയ്യാനില്ല. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ കറി അങ്ങോട്ട് എടുത്ത് ഒഴിക്കുന്നു. ഒരു സ്പൂൺ എടുത്ത് അങ്ങോട്ട് ടേസ്റ്റ് നോക്കിയാൽ അസാധ്യം തന്നെ പറയാം. നമ്മളെ ഷെഫ് പിള്ളൻ്റെ സ്റ്റൈല് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക, കഴിക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കറിയൊക്കെ നല്ലോണം ഒഴിച്ചങ്ങോട്ട് കുഴച്ച് എടുത്ത് തട്ടിക്കോളാം. ഇവർക്ക് ഈ കോമ്പിനേഷൻ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഖത്തർ എയർവേസ് ഇനി മലയാളികളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.